ഹലോ ഫ്രണ്ട്സ്, ബ്ലോഗ്സ് ഓഫ് നയൻറ്റീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കേച്ചേരിക്കടുത്തുള്ളൊരു പാറന്നൂർ എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ചിറണ്ട്, പാറന്നൂർ ചിറ. ആ സ്ഥലം കാണുന്നുണ്ട്. ഏതാണ്? ശങ്കരനാരായണ. അപ്പോൾ നമ്മൾ ഓട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. നാണൊരുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ആനയുണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറന്നൂർ ചിറ. ഇത് ചിറയോട് ചേർന്ന് ചെറിയൊരു തോടാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇതുവഴി വലിയ തോട്ടിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഒഴുകി പോകുന്നു. നമ്മുടെ കേച്ചേരിക്കടുത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ്. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുക ഒരു അടിപൊളി സ്പോട്ടാണ്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. നല്ല വെള്ളമുള്ള ടൈമിലാകുമ്പോൾ നല്ല സൗണ്ടും അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ടാകും. എന്താ പറയുക, എക്സസൈസ് ചെയ്യുന്ന മെഷീൻസൊക്കെ ഒരുപാടുണ്ട് അവിടെ. വളരെ മനോഹരമായിട്ടൊരു സ്ഥലമായിട്ടത്. നമ്മുടെ കുന്നംകുളത്തിനടുത്ത് കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. കേച്ചേരി എന്ന് പറയുന്നത് ഒരു 3 കിലോമീറ്റർ. ഇവിടെ വരുന്നവർക്ക് ഐസ്ക്രീം കാര്യങ്ങൾ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കാശ് കൊടുത്താൽ കഴിക്കാം. ഇപ്പോൾ വെള്ളം കുറവാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് ഭാഗം. ഇതാണ് റെഗുലേറ്ററിൻ്റെ ബാക്ക് സൈഡൊക്കെ. അത് എപ്പോഴും കൈകൊണ്ട് കറക്കുന്ന ഉപകരണമാണ്. അതുകൊണ്ട് കറണ്ട് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നതല്ല അത്. അതിൻ്റെ ആളാണ് ചേട്ടനാണ് ഓർത്തിരിക്കുന്നത്. ചേട്ടൻ കൈകൊണ്ട് കറക്കാനാണ് പറഞ്ഞത്. അതിനോട് ചേർന്ന് കിടക്കുന്ന തോടാണ് കേട്ടത്. ഈ തോട്ടിലാണ് വെള്ളം കണ്ടക്ട് ചെയ്തിട്ട് വെള്ളച്ചാട്ടം വഴി മറ്റേ തോട്ടിലേക്ക് പോകുന്നത്. ഇവിടുത്തെ റെഗുലേറ്ററാണ്.
ഇത് ഈ ചെറയുടെ സൈഡിലൂടെ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൈവഴികളാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാരണം ഉണ്ടാവും. ഇപ്പോൾ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുനരുദ്ധാരണം. ഇവിടെ എക്സസൈസ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കാരണമാണ്. ഹെൽത്ത് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്.